നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്ന് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി. അന്വേഷണം ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ. താൻ നടത്തിയ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തിരൂർ സതീഷ്. തൃശൂർ പൂരം എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആശങ്കകളും പരാതികളും പരിഹരിക്കുന്നതിനായി അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്ന് മേയർ എം കെ വർഗീസ്. പൂരം തൃശൂരിന്റെ ഐക്കണാണെന്നും മേയർ. കടങ്ങോട് പാറപ്പുറത്ത് പേപ്പട്ടിയുടെ ആക്രമണം. ആക്രമിക്കാൻ ശ്രമിച്ച പേപ്പട്ടിയുടെ മുന്നിൽ നിന്നും വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി മുന്നണികൾ. വാർഡ് വിഭജനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന ആരോപണവുമായി കോൺഗ്രസ്. ജില്ലയിൽ കടന്നൽ കുത്തേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കടന്നൽ കുത്തേൽക്കുന്നവരിൽ അധികവും കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികളും. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സൗന്ദര്യവൽക്കരണം നടത്തുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. മേൽപ്പാലത്തിന് കീഴെ താവളമാക്കി നാടോടികൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും 2 ഗ്രാം MDMA-യുമായി 2 യുവാക്കളെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശി അനിൽ, ആലപ്പുഴ സ്വദേശി സിനാൻ എന്നിവരെയാണ് പിടിയിലായത്. കൊടകര പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപം ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ കാർ ഇടിച്ചുകയറി. കാർ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. പാലക്കാട് മങ്കര ചേപ്പറമ്പിൽ വിഷ്ണുദാസിനാണ് പരിക്കേറ്റത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേച്ചേരി, തൃശൂർ ടൗൺ, തൃശൂർ ഈസ്റ്റ്, ചേർപ്പ് മേഖലകളുടെ ആഭിമുഖ്യത്തിൽ ഗ്രോത്ത് ഗിൽസ് 2025 ഏകദിന ക്യാമ്പ് തൃശൂർ പേൾ റീജൻസിയിൽ ആരംഭിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷനായിരുന്നു. ദേശമംഗലം പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് നിന്നും തന്നെ അയോഗ്യനാക്കിയെന്ന വാർത്ത അടിസ്ഥാനരഹിതവും CPM നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലുമാണെന്ന് പഞ്ചായത്ത് 6ാം വാർഡ് അംഗം PI ഷാനവാസ്. പഞ്ചായത്ത് സെക്രട്ടറി കത്ത് തന്ന് വിളിച്ച യോഗങ്ങളിൽ മുഴുവൻ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് താനെന്നും ഷാനവാസ്. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിൽ 2ാം സ്ഥാനം നേടിയ പഴമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ വിജയോത്സവം നടത്തി. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. അന്വേഷണ മികവിനുള്ള വിജിലൻസ് ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം സമ്മാനിച്ചു. തൃശൂർ വിജിലൻസ് ഓഫീസിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ KV ബിബീഷ്, PT അരുൺ എന്നിവർ മുഖ്യമന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. KSRTC ബസിൽ കല്ലൂർ ആലങ്ങാട് കതിർ സൗഹൃദ സംഘം വനയാത്ര നടത്തി. പുതുക്കാട് ഡിപ്പോയിൽ നിന്നുള്ള KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നവംബർ മാസ യാത്രയിലാണ് കതിർ സൗഹൃദ സംഘത്തിലെ 51 പേർ ജംഗിൾ സഫാരി നടത്തിയത്. ഗ്രാമീണ കൂട്ടായ്മയായ നിറച്ചാർത്ത് ദേശീയ കലാക്യാമ്പും ഗ്രാമീണ കലോത്സവവും ഡിസംബർ 4 മുതൽ 8 വരെ വടക്കാഞ്ചേരിയിൽ നടക്കും. ഡിസംബർ 4-ന് ആരംഭിക്കുന്ന ക്യാമ്പിൽ അംഗങ്ങളുടെ സ്ലൈഡ് ഷോ അവതരണങ്ങൾ നടക്കും. മുല്ലശ്ശേരി മുതുക്കര വടക്കേ കോൾപ്പാടത്ത് ആത്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗത്തിന്റെ പ്രദർശനം നടത്തി. പ്രദർശനം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ EV പ്രബീഷ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്നതിനായി ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ മുഖേന കൗങ്ങിൻ തൈ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എറവ് യൂണിറ്റ് സമ്മേളനം അരിമ്പൂരിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജിതു സുന്ദരൻ അധ്യക്ഷനായി. പാലിയേറ്റീവ് വളണ്ടിയേഴ്സ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി അമ്പലപ്പാറയിൽ പരിശീലന പരിപാടി നടത്തി. അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പേനകം എലവത്തൂർ റോഡിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു.
വിദ്യാർത്ഥികൾക്ക് നാട്ടറിവുകൾ, നൂതന കൃഷിരീതികൾ എന്നിവ പഠിപ്പിക്കുന്നതിനു വേണ്ടി തളിക്കുളം AMUP സ്കൂളിൽ കാർഷിക ക്ലബ് ഒരുങ്ങി. PTA പ്രസിഡന്റ് സുകന്യ ഉവീഷ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ അമ്പ് തിരുനാളിനോടനുബന്ധിച്ച് മെർച്ചന്റ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടൗൺ അമ്പിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് വിജയികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ക്ഷേത്ര ഉത്സവങ്ങളും ആഘോഷങ്ങളും നടത്തുന്നതിലുള്ള നിയമ തടസ്സം ഒഴിവാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് നിയമ ഭേദഗതി വരുത്തണമെന്ന് ഹിന്ദു ഐക്യവേദി. ഉത്സവങ്ങൾ നടത്തുന്ന ക്ഷേത്ര സമിതി ഭാരവാഹികൾ ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധാകരൻ. ഭക്ഷണം നൽകാനെത്തിയ ബാലികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾക്ക് 12 കൊല്ലം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കുറുമ്പിലാവ് മാട്ടുമ്മൽ പട്ടത്ത് വീട്ടിൽ ബ്ലസിയെയാണ് തൃശൂർ 1-ാം അതിവേഗ പോക്സോ വിചാരണ കോടതി ശിക്ഷിച്ചത്. 2020-ലാണ് കേസിനാസ്പദമായ സംഭവം. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ചായക്കട കുത്തി തുറന്ന് പണം കവർന്നു. ചിത്തിരവളവിൽ മണലിക്കാട്ടിൽ സുനിലിന്റെ ചായക്കടയിലാണ് മോഷണം നടന്നത്. കടയിൽ സൂക്ഷിച്ചിരുന്ന പെട്ടിയിലുണ്ടായിരുന്ന പണമാണ് മോഷണം പോയത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മുഴുവൻ സമയ ഡയറക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് മന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി M. പീതാംബരൻ വീണ്ടും കത്ത് നൽകി. സുവോളജിക്കൽ പാർക്കിൽ അടിയന്തരമായി സുരക്ഷാ ഓഡിറ്റിംഗും നിർമ്മാണ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് സൂക്ഷ്മതല പരിശോധന നടത്തണമെന്നും ആവശ്യം. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ പന്തൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കുന്നംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പന്തൽ കാൽനാട്ട് കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. ഡിസംബർ 3, 5, 6, 7 തീയതികളിലാണ് കലോത്സവം. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച തൃശൂരിൽ നടക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് സമേതത്തിന്റെ നേതൃത്വത്തിൽ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്കിൽ അന്താരാഷ്ട്ര ശാസ്ത്ര ചലച്ചിത്രോത്സവത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ചലച്ചിത്രമേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജപ്പാൻ കരാട്ടെ ഷോട്ടോ ഫെഡറേഷന്റെ അന്താരാഷ്ട്ര സെമിനാറിനും JKS ഇന്ത്യ ഇന്റർനാഷണൽ 2ാം ചാമ്പ്യൻഷിപ്പിനും തൃശൂരിൽ തുടക്കമായി. VK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മതബോധന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മാർ അപ്രേം സൺഡേ സ്കൂൾ ഡേ ദിന ഞായറാഴ്ച ആഘോഷിക്കും. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് 12ാമത് സദ്ഗുരു ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിന് നാളെ തുടക്കമാകും. ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ ദീപം കൊളുത്തി സംഗീത മാമാങ്കത്തിന് തുടക്കം കുറിക്കും. കയ്പമംഗലം പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ഹരിതസഭ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. ദേവമാത CMI ഇന്റർനാഷണൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 2-ന് സ്നേഹസംഗമം സംഘടിപ്പിക്കും. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യും. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നാളെ നടക്കും. കാളത്തോട് മഹല്ല് ഹാളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. മുല്ലശ്ശേരി പഞ്ചായത്തിൽ കന്നുകുട്ടികൾക്ക് കാലിത്തീറ്റ നൽകുന്ന ഗോവർദ്ധിനി പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൊടകര കുന്നത്രിക്കോവിൽ ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷത്തിനായി ഷഷ്ടി കോർഡിനേറ്റർ കമ്മിറ്റിയും പൂനിലാർക്കാവ് ദേവസ്വവും ചേർന്ന് ഉയർത്തുന്ന അലങ്കാര പന്തലിന് കാൽനാട്ടി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം പഴുനാന അരുവി റീഹാബിലിറ്റേഷൻ സെന്റർ ക്രിസ്റ്റൽ ജൂബിലിയും സ്ഥാപക ഡയറക്ടർ ഫാദർ വർഗീസ് പാലത്തിങ്കലിന്റെ സപ്തതി ആഘോഷവും നടന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു.
മണപ്പൂരിലെ പറവകൾ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലയിലുള്ളവരെ ആദരിക്കും. തോളൂർ പഞ്ചായത്തിലെ ആശാ വർക്കർമാരെയും പാലിയേറ്റീവ് നഴ്സുമാരെയുമാണ് ആദരിക്കുക. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര മേഖല കുടുംബയോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. യുവതികൾക്ക് സൗജന്യ കുട നിർമ്മാണ പരിശീലനം നടത്തി. ഒല്ലൂർ ഏഞ്ചലോ ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത്. ലാൻസി ഷാജി നേതൃത്വം നൽകി. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘം വിളക്ക് യാഗത്തിന് നേതൃത്വം നൽകി. ചാലക്കുടി നഗരസഭ നടുവം കവികൾ സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച കാവ്യോത്സവം സംഘടിപ്പിക്കും. കലാഭവൻ മണി പാർക്കിൽ നടക്കുന്ന പൊതുസമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. ഷൈൻ ഷിറ്റോറോ കരാത്തെ അക്കാദമിയുടെ നേതൃത്വത്തിൽ സ്കൂൾ ലെവൽ ഓപ്പൺ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ ഞായറാഴ്ച ചാലക്കുടി വ്യാസ വിദ്യാനികേതനൻ സെൻട്രൽ സ്കൂളിൽ നടക്കും. സനീഷ് കുമാർ ജോസഫ് MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.